പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസമായ ഇന്ന് 4 കാര്യങ്ങൾ ഇന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കും. 4 കാര്യങ്ങൾ. ആരും ഇത് കേൾക്കാതെ പോവരുത്, അവസാനം വരെ കാണണം. 4 കാര്യങ്ങൾ നമ്മുടെ ദുന്യാവും നമ്മുടെ ആഖിറവും വിജയിക്കാനുള്ള കാര്യങ്ങളാണ്. ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല, നിസ്സാരമായ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന, ഇത് പറയാൻ വേണ്ടി മിനിറ്റുകൾ നമ്മൾ ചിലവഴിച്ചാൽ നമുക്ക് വർഷങ്ങളോളം അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകുന്ന 4 ചെറിയ കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് പഠിച്ചാലോ? കേട്ടോളൂ ഏതൊക്കെയാണെന്ന്. പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ സ്കൂളിൽ വിടുന്ന സമയത്ത് ഭയങ്കര ബേജാറാണ് അല്ലേ? ഇപ്പോൾ പല സ്ഥലത്തും തെരുവുനായ ശല്യമുണ്ട്, പിന്നെ റോഡുകൾ കുണ്ടും കുഴിയൊക്കെയാണ്, അപകടങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ സൂക്ഷിച്ചാലും എതിരെ വരുന്ന വാഹനങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ്. പിന്നെ സ്കൂൾ ബസ്സുകളിൽ തന്നെ പലപ്പോഴും പല അബദ്ധങ്ങളും പല അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നു. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാവട്ടെ. പിന്നെ അതുപോലെ ഇപ്പോൾ മഴക്കാലമാണ്, പാമ്പിൻ്റെ ശല്യം അല്ലേ? നമ്മുടെ കുട്ടികളുടെ ഷൂവിൻ്റെ ഉള്ളിൽ പാമ്പ് കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ചെരുപ്പിൻ്റെ അടിയിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. അപ്പോൾ പാമ്പ് ശല്യം, അതുപോലെ തന്നെ ഉപദ്രവകാരികളായ എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ അതിനെ തൊട്ടെല്ലാമുള്ള കാവൽ കിട്ടാനും പെട്ടെന്നുള്ള മരണങ്ങൾ കൂടുന്നു, അതിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ഹദീസിൽ വന്ന 2 ചെറിയൊരു ദിക്ർ, ഇത് പറഞ്ഞാൽ വമ്പൻ നേട്ടമാണ്. മാത്രമല്ല എല്ലാ കാവലും ഉണ്ടാകും. ഏതാണത്? ഇതാ കേട്ടു. ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം, ഇന്ന് ജുമുഅക്ക് ശേഷം എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും ഓതിയാൽ പിശാചിൽ നിന്നും കാവൽ കിട്ടി, മാത്രമല്ല അപകടങ്ങൾ, സിഹിറുകൾ, കണ്ണേറുകളിൽ നിന്നും രക്ഷ കിട്ടുന്ന ചെറിയ സൂറത്ത് ഇൻഷാ അല്ലാഹ്, ആ ചെറിയ സൂറത്ത് നമുക്കൊന്ന് പഠിക്കാം. ആ സൂറത്ത് എത്ര പ്രാവശ്യം ഓതണം, എപ്പോഴോതണം, എങ്ങനെ ഓതണം, കൃത്യമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ ദിവസം മുതൽ ഇനിയുള്ള ദിവസം അറ്റം വരെ, അതായത് മുഹറം മാസത്തിലും ഇനി സഫറിലും റബിയുൽ അവ്വലിലും ഒക്കെയായി നമ്മൾ മഗ്രിബിന് ശേഷം ഒരു ചെറിയ ഒരു ദിക്ർ, ഒരു ദുആ പറഞ്ഞാൽ സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകുമെന്ന് ഒരുപാട് പേര് കടക്കെണിയിൽ പെട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ ജോലി സംബന്ധമായ, വീട് സംബന്ധമായ, അതുപോലെ ലോണ്, ജപ്തി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് ആളുകൾ. എല്ലാവർക്കും വലിയ കാവൽ കിട്ടുന്ന, സാമ്പത്തികമായ എല്ലാവിധ ആശ്വാസവും കിട്ടുന്ന, എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലിയ സഹായം കിട്ടുന്ന ഒരു ചെറിയ ദുആ, അതുകൂടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. മുഴുവനും കേൾക്കണം, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, എല്ലാവർക്കും എല്ലാവിധ ഖൈറും അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അല്ലാഹു തആല എല്ലാം മാറ്റി എല്ലാവിധ സമാധാനവും എല്ലാവിധ ബറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് മുഹറം മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. ഒരുപാട് ശ്രേഷ്ഠതകളും പവിത്രതകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വവും ഒക്കെ ഒരുപാട് വെള്ളിയാഴ്ചകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതാണ്. അതിങ്ങനെ ഓരോ ആഴ്ച വരുമ്പോഴും ഇങ്ങനെ ആവർത്തിക്കുന്നത് നമ്മളതിൽ നിന്നും അശ്രദ്ധമായി പോകാൻ പാടില്ല എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകം പറയൽ സുന്നത്തെന്ന് പറഞ്ഞാൽ വളരെ മഹത്വമുള്ള, വളരെ പ്രതിഫലം ഒരുപാട് കണ്ട് അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഒരു തൗബയുടെ, അതോടൊപ്പം തന്നെ തൗബയാണ്, അതോടൊപ്പം തന്നെ ഇതൊരു ഇസ്തിഗ്ഫാറാണ്, ഇതൊരു ദുആയാണ്, എല്ലാമാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് പഠിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മളിത് പറയാറുള്ളതാണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. ഞാനിത് പറയാനുള്ള കാരണം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളൊക്കെ ഒരുപാട് കണ്ട് പഠിച്ചിട്ടുള്ള മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമോനാകുന്ന അലിയാർ തങ്ങൾ, മഹാനവറുകൾ ഒരു ദിവസം പറയുകയാണ്, മൻ ലൈസ ലഹു വിറുദുൻ ഫഹുവ കിറുദുൻ. ഒരാൾക്ക് നിത്യമായി പറയുന്ന, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അവൻ നിത്യമായി ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാതെ അവൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു വിറുദെന്ന് പറഞ്ഞാൽ നിത്യമായി നമ്മൾ മുടങ്ങാതെ ചെയ്യുന്ന ഒരു കർമ്മം, അത് നിസ്കാരമൊക്കെ വെറുതാണ്, നിസ്കാരമല്ലാതെ നാവ് കൊണ്ട് പറയുന്ന ദിക്റുകളോ തസ്ബീഹുകളോ സ്വലാത്തുകളോ എന്തുമാവാം, അതൊരാൾക്ക് ഇല്ല എങ്കിൽ അവൻ കുരങ്ങനാണെന്നാണ്. കാരണം അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്തിന്?
നിത്യമായി നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന്, പ്രത്യേകിച്ച് നമ്മൾ നിസ്കാരത്തിന് ശേഷം എല്ലാ വഖത്ത് നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ പറയാറുള്ളവരാണ്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമാണ്. സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഓതുന്ന ദിവസമാണ്. അതുപോലെ മറ്റ് ദിക്റുകളും മറ്റ് സൂറത്തുകളും മറ്റ് ആയത്തുകളും ഒക്കെ നമ്മൾ ഓതാറുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ച രാവിലും പകലിലും, വെള്ളിയാഴ്ച പകൽ പ്രത്യേകിച്ച് ഒരു 3 പ്രാവശ്യം ഇത് പറഞ്ഞാൽ, നല്ല ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നരകമോചനം കിട്ടുകയും സ്വർഗപ്രവേശനം കിട്ടുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ വലിയ പൊരുത്തം കിട്ടുമെന്ന് നമുക്ക് മഹത്തുക്കൾ മശായിഖന്മാർ പഠിപ്പിച്ച അതിപ്രധാനപ്പെട്ട ഒരു 4 വരി ബൈത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പലപ്പോഴും നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. പല ആളുകളും ചോദിച്ചു, ഉസ്താദേ ഞങ്ങൾക്ക് ആ ബൈത്ത് അറിയാം, ആ ബൈത്തിൻ്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പല ഉമ്മമാരും കമൻ്റായി ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അതൊന്ന് പറയുകയും അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് പഠിക്കാം. ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞേ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. മനസ്സറിഞ്ഞിട്ടാണ് നമ്മളിത് പറയുന്നതെങ്കിൽ ഇത് വല്ലാത്ത ഒരു ദുആയാണ്, വല്ലാത്തൊരു ഇസ്തിഗ്ഫാറാണ്, പവിത്രമായ തൗബയുടെ വചനങ്ങളാണ്. എന്താ പറയുന്നത്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. ഒരു അടിമ പറയുന്ന വല്ലാത്തൊരു വർത്തമാനമാണ്. അല്ലാഹുവേ, ഇലാഹി എൻ്റെ രക്ഷിതാവേ, ലസ്തു ഞാനല്ല, ഞാൻ അർഹനല്ല, ലിൽ ഫിർദൗസി അഹ്ലാ, അല്ലാഹുവേ പരിശുദ്ധമായ നിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന് ഞാൻ അർഹനല്ല. അതായത് ഒരുപാട് തിന്മകൾ ചെയ്തു പോയവനാണ്, ഒരുപാട് നന്മയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, നിന്റെ സ്വർഗത്തിന് ഞാൻ അർഹനല്ല. പിന്നെയോ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, അല്ലാഹുവേ നിന്റെ നരകശിക്ഷ, ഞാൻ ഒരുപാട് നന്മയൊന്നും ചെയ്തിട്ടില്ല, ഒരുപാട് തിന്മ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് നരകശിക്ഷ സഹിക്കാനുള്ള ശക്തിയും എനിക്ക് മാനസികമായും ശാരീരികമായും ഇല്ല. വലാ അഖ്വാ, എനിക്കില്ല, അലാ നാരിൽ ജഹീമി, അല്ലാഹുവേ നരകത്തിന്റെ ശിക്ഷ സഹിക്കാൻ എനിക്ക് യാതൊരു കഴിവുമില്ല, എനിക്ക് യാതൊരു ശക്തിയുമില്ല. അതുകൊണ്ട് ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി, എൻ്റെ ദോഷങ്ങൾ പുറത്തു തരുകയും എനിക്ക് നീ മാപ്പ് തരുകയും ചെയ്യണമേ അല്ലാഹ്. ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി, നീ മഹാപാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കുന്നവനാണ് അല്ലാഹ്. അപ്പോൾ ഈ 4 വരി ബൈത്ത് ഇത് തൗബയാണ്, ഇസ്തിഗ്ഫാറാണ്, നമ്മുടെ ദുആയാണ്. ഇത് വെള്ളിയാഴ്ചയായതുകൊണ്ട് ഞാൻ പറയട്ടെ, എല്ലാ വെള്ളിയാഴ്ച രാവിലും പകലിലും ഇത് പറയൽ പ്രത്യേകം നല്ലതാണ്. നമ്മുടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മഹത്തുക്കളും മശായിഖന്മാരും ഒരുപാട് ഉസ്താദുമാരും നമുക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കൊന്ന് പറഞ്ഞാലോ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. ഒരു 3 പ്രാവശ്യം നിങ്ങൾ ഇത് ആവർത്തിച്ച് പറയണേ. പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ്. പറഞ്ഞ ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് എഴുതണേ. 3 പ്രാവശ്യം ഉസ്താദ് ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ഒരു ബൈത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ആരെങ്കിലും 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് എഴുതിയാൽ അത് വലിയൊരു സന്തോഷം. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ ഇന്ന് പുണ്യമായ വെള്ളിയാഴ്ച ദിവസം മുഹറം മാസത്തിന്റെ 2ാമത്തെ വെള്ളിയാഴ്ച പകലിലാണുള്ളത്. ഇന്ന് ജുമുഅ നമസ്കാരത്തിന് ശേഷം ആണുങ്ങൾ പള്ളിയിൽ വെച്ചും പെണ്ണുങ്ങൾ വീട്ടിൽ വെച്ചും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലും നമ്മളിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ, കച്ചവട സ്ഥാപനത്തിലിരുന്നാലും അല്ലെങ്കിൽ വീട്ടിലിരുന്നാലും വാഹനത്തിലിരുന്നാലും മറന്നു പോവാൻ പാടില്ലാത്ത ഒരു സൂറത്ത്, ഒരു സൂറത്തല്ല, ഒരു 4 സൂറത്തുകൾ, കുഞ്ഞു സൂറത്ത്, 4 സൂറത്ത്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ എല്ലാ ദിവസവും പറയുന്ന അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഓതുന്ന 4 ചെറിയ സൂറത്തുകൾ 7 പ്രാവശ്യം വീതം ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം അന്നമൻ ഫഅലഹു. ജുമുഅ നമസ്കാരത്തിന് ശേഷം ഒരാൾ 7 പ്രാവശ്യം വെച്ച് ഈ 4 സൂറത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ഉസിമ മിൻ ജുമുഅത്തി ഇലൽ ജുമുഅ, ഈ ജുമുഅ മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവനിക്ക് അല്ലാഹുവിന്റെ വലിയ കാവലുണ്ടാകും. അവന്റെ കാര്യങ്ങൾ അല്ലാഹു തആല ഏറ്റെടുക്കും. അപകടങ്ങളിൽ നിന്നുള്ള കാവലുണ്ടാകും. സിഹർ കണ്ണേർ പോലോത്തത് ഏൽക്കില്ല എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പോൾ ഏതാണ് ഉസ്താദേ അത്? കേട്ടോ, വേറൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫാത്തിഹ. ഫാത്തിഹ 7 പ്രാവശ്യം.
ജുമാ നമസ്കാരത്തിന് ശേഷം ഫാത്തിഹ 7 പ്രാവശ്യം. 1.5 മണിക്കൂർ ചൊല്ലിയാലേ തീരൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. ഒരു 7 പ്രാവശ്യം ഫാത്തിഹ നമ്മളെല്ലാവരും ഓതുന്നവരാണല്ലോ. 7 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ്, 7 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് സൂറത്ത്, 7 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത്. വളരെ എളുപ്പമുള്ള സൂറത്താണ്, നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്നവരും. സോ അത് 7 എന്നുള്ളത് കുറക്കാൻ പറ്റുമോ? മഹത്തുക്കൾ ഇവിടെ പറഞ്ഞു തരുന്നത് 7 പ്രാവശ്യം എന്നാണ്. ഇനി എന്തെങ്കിലും തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് 3 ആക്കി ഓതിയാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഓതിയാൽ പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്നത് 7 പ്രാവശ്യമാണ്. അപ്പോൾ 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ, 7 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, 7 പ്രാവശ്യം സൂറത്തുൽ ഫലക്ക്, 7 പ്രാവശ്യം സൂറത്തുൻ നാസ്. ഈ 4 സൂറത്തും 7 പ്രാവശ്യം വെച്ച് ഇന്നത്തെ ജുമുഅ നമസ്കാരത്തിന് ശേഷം മഗ്രിബിന് മുമ്പായി, അതായത് ജുമുഅ നമസ്കാരം കഴിഞ്ഞ് മഗ്രിബിന് മുമ്പായി ഒരു മനുഷ്യൻ ഓതിയാൽ അന്നമൻ ഫഅലഹു ഉസിമ മിൻ ജുമുഅത്തി ഇലൽ ജുമുഅ, ഈ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ അവൻ അല്ലാഹുവിന്റെ കാവലിലായിരിക്കുമെന്ന് മഹത്തുക്കളായ മശായിഖന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. അപ്പോൾ 2 കാര്യം ഇന്ന് പഠിച്ചില്ലേ? 2 കാര്യം നമുക്കിന്ന് പറയാൻ പറ്റിയതാണ്. ഇന്ന് ജുമാ ദിവസമാണ്, ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു സമയമാണ്. ഇനി ഇന്നത്തെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ഇന്ന് മുതൽ എല്ലാ ഇശാ മഗ്രിബിന്റെയും ഇടയിൽ ഒരു ദുആ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഒരു മനുഷ്യൻ ഈ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് സാമ്പത്തികമായ ഭദ്രതയാണ്. കടങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും, പൈസ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരാണെങ്കിൽ അതും, അതുപോലെ നമുക്കുണ്ടാകുന്ന പൈസയൊക്കെ ഹലാലായ പൈസയാവാൻ, ഒരുപാട് പൈസ കിട്ടിയിട്ട് കാര്യമില്ല, കിട്ടുന്ന പൈസ ഹലാലാവണം, അതുകൊണ്ട് നമുക്ക് ഉപകാരപ്പെടണം. അതിനൊക്കെ വേണ്ടി സാമ്പത്തികമായ ഭദ്രതയുണ്ടാവാൻ, കോടികൾ കടങ്ങൾ ഉണ്ടെങ്കിലും മാറാൻ ഇന്നത്തെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ഉപ്പമാരെ, എൻ്റെ ഉമ്മമാരെ പ്രത്യേകം നമ്മൾ പറയേണ്ട ഒരു ദുആയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതാണ് ആ ദുആ? നമുക്കൊക്കെ അറിയാവുന്ന ഒരു ദുആ കൂടിയാണ്. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക വഅൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക യാ റബ്ബൽ ആലമീൻ. ചെറിയൊരു ദുആയാണ്, നിങ്ങൾ സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക യാ റബ്ബൽ ആലമീൻ. ഒന്നുകൂടി പറഞ്ഞേ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക വഅൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക യാ റബ്ബൽ ആലമീൻ. ഈ ദുആ പല രൂപത്തിലും വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മഗ്രിബിന് ശേഷം, മഗ്രിബിൻ്റെ ഫർദ് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്ന ഒരു ദുആയാണ്. ഇത് പല രൂപത്തിലും, ഇതോടൊപ്പം തന്നെ പല വാക്കുകളും ചേർത്തിട്ടുള്ള പല രൂപത്തിലും ദുആ വന്നിട്ടുണ്ട്. നമ്മളിവിടെ പറയാൻ പോകുന്നത് വളരെ ഷോർട്ടാക്കിയുള്ള ഒരു ദുആയാണ്. പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ, അഗ്നിനി, നീ എന്നെ സമ്പന്നനാക്കണം, നീ എനിക്ക് വലിയ സാമ്പത്തികമായ ഭദ്രത നൽകണം, ബി ഹലാലിക, ഹലാലായ പൈസ കൊണ്ട്, വഅൻ ഹറാമിക, ഹറാമിനെ തൊട്ട് രക്ഷ കിട്ടി ഹലാലായ പൈസ കൊണ്ട് എനിക്ക് സാമ്പത്തികമായ ഭദ്രത തരണം, അൻ മഅസിയതിക, റബ്ബേ, നിന്നോട് പാപം ചെയ്യുന്നതിനെ തൊട്ട് നീ എന്നെ ഐശ്വര്യവാനാക്കണം. എങ്ങനെ? ഒരുപാട് നിനക്ക് നന്മകൾ ചെയ്യാൻ, നിനക്ക് ത്വാഅത്തിലായി, നിനക്ക് വഴിപ്പെടാൻ എനിക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ടുള്ള ദുആ. അപ്പോൾ ഇത് ദുനിയാവും ചോദിക്കുന്ന ആഖിറവും ചോദിക്കുന്ന ദുആയാണ്. ഒന്നുകൂടി നമുക്ക് പറയാം. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക വഅൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക യാ റബ്ബൽ ആലമീൻ. ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക വഅൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക യാ റബ്ബൽ ആലമീൻ. ഇതൊക്കെ ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ നമുക്കത് നിത്യമായി കിട്ടും. 1-2 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ 3 കാര്യം നമ്മൾ ഇന്നത്തെ ദിവസം പഠിച്ചു അല്ലേ? ഒന്ന്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. ആഖിറം രക്ഷപ്പെടാനുള്ള ഒരു വലിയൊരു തൗബയുടെ വചനമാണ് നമ്മൾ പഠിച്ചത്, ആദ്യം പഠിച്ചത്. രണ്ടാമത് പഠിച്ചത് ജുമാ നമസ്കാരത്തിന് ശേഷം 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ, 7 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, 7 പ്രാവശ്യം സൂറത്തുൽ ഫലക്ക്, 7 പ്രാവശ്യം സൂറത്തുൻ നാസ്. അപ്പോൾ 4 സൂറത്ത് 7 പ്രാവശ്യം വീതം ഓതണം എന്ന് നമ്മൾ പഠിച്ചു. മൂന്നാമതായി നമ്മൾ പഠിച്ചത് ഇന്നത്തെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഒരൊറ്റ പ്രാവശ്യമെങ്കിലും നമ്മൾ പറയേണ്ട ഇനിയുള്ള ദിവസങ്ങൾ, ഇത് പരിശുദ്ധമായ മുഹറം മാസമാണല്ലോ,
മുഹറം മാസത്തിലും ഇനി വരുന്ന സഫറിലും റബീഉൽ അവ്വലിലും തുടങ്ങി ഈ വർഷം മുഴുവനും എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നമ്മൾ പറയേണ്ട അതിപ്രധാനപ്പെട്ട ഒരു ദുആയാണ് അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക വഅൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക യാ റബ്ബൽ ആലമീൻ. വളരെ ചെറിയൊരു ദുആയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നാലാമത്തെ കാര്യം, 4 കാര്യമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നാലാമത്തെ കാര്യം, അപ്പൊ ഇന്ന് പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 12ാമത്തെ ദിവസമാണ്. ഇനി 13, 14, 15 ഇനിയുള്ള 30 ദിവസം ഇൻഷാ അല്ലാഹ് നമ്മൾ മുടങ്ങാതെ എല്ലാ ദിവസവും പറ്റുന്നത് പോലെ അല്ലെങ്കിൽ ഒന്നരാടമെങ്കിലും നമ്മൾ പറയേണ്ട ഹദീസുകളിൽ നമ്മൾ പഠിക്കുന്ന, നമുക്ക് പഠിപ്പിച്ചു തരുന്ന 5 ചെറിയ ദിക്റുകൾ, 5 ചെറിയ തസ്ബീഹുകൾ അതുകൂടി പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ദുആരക്കാം. അപ്പോൾ ഏതാണ് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്ന, നബി തങ്ങൾ മറ്റുള്ള സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത 5 ദിക്റുകൾ. 5 ദിക്റിനും വ്യത്യസ്തമായ ഗുണങ്ങളാണ്. ഒന്നാമത്തേത്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു കാന യഖൂലു ഫീ റുകൂഇഹി വസുജൂദിഹി, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ നമസ്കാരത്തിലും, അത് ഫർളാവട്ടെ സുന്നത്താവട്ടെ, നിസ്കരിക്കുന്ന സമയത്ത് റുകൂഇലും സുജൂദിലും പറയേണ്ട ദിക്റുകൾ ഉണ്ടല്ലോ. നമ്മൾ റുകൂഇൽ പറയുന്ന ഒരു ദിക്റുണ്ട് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, അത് 3 പ്രാവശ്യം പറയാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ സുജൂദിൽ നമ്മൾ പറയുന്നു സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, ആ ദിക്ർ നമ്മൾ 3 പ്രാവശ്യം പറയുന്നു. അതും കഴിഞ്ഞിട്ട് ഇനി മുതൽ നമ്മുടെ എല്ലാ നമസ്കാരത്തിലും പറ്റുന്നത് പോലെ പറയണേ. എന്ത്? സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് എന്ന് 1 പ്രാവശ്യം പറഞ്ഞാലും മതി. പറ്റുമെങ്കിൽ 3 പ്രാവശ്യം പറയുക. സമയമുണ്ടെങ്കിൽ ഫർദ് നിസ്കാരത്തിനൊക്കെ ഇപ്പോൾ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ഇതൊന്നും പറയാൻ ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന പ്രത്യേകിച്ച് സുന്നത്ത് നമസ്കാരങ്ങളിലാണെങ്കിൽ നമുക്കിത് പറയാൻ സമയം കിട്ടും. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വിത്ർ നമസ്കാരത്തിന് ശേഷം ഇത് പറയൽ നല്ലതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല മലക്കുകളുടെ കാവൽ കൊടുക്കുന്നതാണ്, അപകടങ്ങൾ പറ്റുകയില്ല. അതുപോലെ തന്നെ ഒരുപാട് പുണ്യങ്ങൾ അവന്റെ നമസ്കാരത്തിനുണ്ടാകും, അവന്റെ ദുആ സ്വീകരിക്കുമെന്നെല്ലാം നമുക്ക് കിതാബുകളിൽ കാണാം. രണ്ടാമത്തെ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണോ, അൽഷിമേഴ്സ് രോഗം, കുഷ്ഠരോഗം, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്തു പോകുന്ന അവസ്ഥ, ശരീരത്തിന് ആഫിയത്തില്ല, അതുപോലെ ഈമാൻ അധികരിക്കാനും സാമ്പത്തികമായ ഭദ്രതയൊക്കെ ഉണ്ടാവാനും 5 ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ 1 പ്രാവശ്യം വീതം പറയൽ പ്രത്യേകം നല്ലതാണ്. നബി തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആയാണ്. ഏത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ യാ റബ്ബൽ ആലമീൻ. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ദുആ നമ്മൾ മഗ്രിബിന് ശേഷം നമ്മൾ പറയുന്ന ദിക്ർ സെക്ഷനിൽ നമ്മൾ ഈ ദുആ പറയാറുണ്ട് പലപ്പോഴും. അങ്ങോട്ട് പറയാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, എനിക്ക് നീ ഹിദായത്ത് തരണം, എനിക്ക് നീ തഖ്വ തരണം, എനിക്ക് നീ പവിത്രത നൽകണം, എനിക്ക് നീ ആരോഗ്യം തരണം, എനിക്ക് നീ വൽ ഗിനാ, എനിക്ക് ഐശ്വര്യം തരണം. അതായത് ദുനിയാവും ആഖിറൊക്കെ ചോദിക്കുന്ന ദുആയാണ്. മൂന്നാമതായി നമ്മൾ പറയേണ്ട ഒരു ദുആ, ഞാൻ അടക്കമുള്ള നമ്മളെല്ലാവരും എല്ലാ ദിവസവും എത്രയോ പ്രാവശ്യമാണ് കണ്ണാടി നോക്കുന്നത് മുടിയിരാൻ വേണ്ടി. അതല്ലാതെയൊക്കെ നമ്മൾ കണ്ണാടി നോക്കുന്നവരാണ്. അങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ, നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ സ്വഭാവങ്ങൾ നന്നാവാനും ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ ദുആരക്കാൻ പറഞ്ഞ ഉമ്മമാരുണ്ട്, സഹോദരിമാരുടെ അല്ലെങ്കിൽ ഭാര്യമാരുടെ സ്വഭാവം നന്നാവാൻ ദുആരക്കാൻ പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. ചീത്ത കൂട്ടുകെട്ടുകളിൽ പോകുന്ന നമ്മുടെ മക്കൾ ചീത്ത കൂട്ടുകെട്ടുകളിൽ പോവാതിരിക്കാനും ഒക്കെയായി നമ്മുടെ സ്വഭാവങ്ങൾ നന്നാവാനും ഒക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്ർ ഹദീസുകളിൽ കാണുന്നു. പ്രത്യേകിച്ച് കണ്ണാടി നോക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഈ ദുആ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ആ കണ്ണാടിയുടെ ഭാഗത്ത് ഒട്ടിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏതായാലും ആ ദുആ കാണുമല്ലോ. അപ്പോൾ നമുക്കത് പറഞ്ഞാൽ വലിയ കൂലിയാണ്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി, അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി, അല്ലാഹു എൻ്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കിയതുപോലെ ഫഅഹ്സിൻ ഖുൽഖി, എൻ്റെ സ്വഭാവവും നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. ആ ദുആ മറക്കല്ലേ. നാലാമതായി
പാമ്പ് ശല്യം, പഴുതാര ശല്യം, കടന്നല്, തെരുവ് നായ, ആപത്ത്, മുസീബത്ത്, അതുപോലെ തന്നെ സിഹർ, കണ്ണേറ്, പെട്ടെന്നുള്ള മരണം, അറ്റാക്ക്, അതുപോലെ ആക്സിഡന്റ് തുടങ്ങി ഉള്ള അപകടങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് നമുക്കറിയാവുന്ന ഒരു ദിക്റാണ് അല്ലേ? ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അതോടൊപ്പം തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇതൊക്കെ നമ്മൾ ഹദ്ദാദിൽ ഓതുന്ന ദിക്റുകളാണ്. ഹദ്ദാദ് സ്ഥിരമായി ഓതിയാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മാറും. നല്ല രൂപത്തിൽ ഹദ്ദാദ് ഓതിയാൽ മതി. അതൊക്കെ പറയുന്നത് ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുള്ള മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ദിക്റുകളും തസ്ബീഹുകളും ഒക്കെ അതിൽ പറയുന്നത്. അപ്പോൾ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇത് രണ്ടും ഹദീസിൽ വന്ന ദിക്റുകളാണ്. ഇനി അഞ്ചാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത, സ്വഹാബിമാരൊക്കെ എപ്പോഴും പറയുന്ന, സ്വർഗം നമുക്ക് നിർബന്ധമാക്കി തരുന്ന, അതുപോലെ തന്നെ ഈമാൻ ഉറക്കുന്ന, തെറ്റുകളിൽ നിന്നും കാവൽ കിട്ടുന്ന, വസ്വാസ് രോഗം, വസ്വാസുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളുള്ളവർക്ക് അതൊക്കെ മാറാൻ പറ്റുന്ന, എത്രത്തോളം ഫിക്സ് രോഗത്തെ തൊട്ടുപോലും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. ഒന്ന് പറഞ്ഞേ, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. റളീതു, ഞാൻ തൃപ്തിപ്പെട്ടു, ബില്ലാഹി റബ്ബ, എൻ്റെ റബ്ബായിട്ട് അല്ലാഹനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വബിൽ ഇസ്ലാമി ദീന, എൻ്റെ മതമായിട്ട് ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വബി മുഹമ്മദിൻ നബിയ്യ, എൻ്റെ റസൂലായിട്ട് മുത്തായ ഹബീബിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലേ? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. അൽഹംദുലില്ലാഹ്, 4 സെക്ഷൻ ദിക്റുകളും ദുആകളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്നു മുതൽ ഇതൊക്കെ നമുക്ക് നിത്യമായി പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് വെള്ളിയാഴ്ച മുതൽ ഇനിയുള്ള ദിവസങ്ങൾ, ഇനി മുഹറം മാസം കഴിഞ്ഞ സഫർ ആവട്ടെ, റബീഉൽ അവ്വൽ ആവട്ടെ, അപ്പോഴൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഓർത്തിരിക്കേണ്ട, എല്ലാ ദിവസവും നമ്മൾ പറയേണ്ട ദിക്റുകളും തസ്ബീഹുകളുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അള്ളാഹു തആല നിലനിർത്തി കൊണ്ടുപോകാൻ തൗഫീഖ് തരുമാറാവട്ടെ. നിരവധി പേരാണ് വേഗം ഉസ്താദ് ദുആരക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആരക്കുന്നുണ്ട്. അള്ളാഹു തആല നമ്മളോട് ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.